രാജ്യത്തിന്റെ പരമാധികാരത്തെ വെല്ലുവിളിച്ച് അവിടുത്തെ രാഷ്ട്ര തലവനെ മറ്റൊരു രാജ്യം കടത്തിക്കൊണ്ടുപോകുന്നത് ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്തതാണെന്ന് തോന്നുമെങ്കിലും അമേരിക്കൻ അധിനിവേശ ചരിത്രത്തിലെ അത്തരം കഥകളുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് വെനിസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയുടെയും ഭാര്യ സിലിയ ഫ്ലോറസിന്റെയും അറസ്റ്റ്. വെനിസ്വേലയുടെ നിരത്തുകളിൽ ബസ് ഡ്രൈവറായി ജോലി ആരംഭിച്ച് തൊഴിലാളി യൂണിയനുകളിലൂടെ വളർന്ന് രാജ്യത്തിന്റെ പരമോന്നത പദവിയിലെത്തിയ വ്യക്തിയാണ് നിക്കോളാസ് മഡൂറോ. അമേരിക്കൻ ഭീഷണികളെ എന്നും ധീരതയോടെ നേരിട്ടിട്ടുള്ള മഡൂറോയെ ഡ്രഗ് കാർട്ടലുകൾ നടത്തുന്നതായും മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്നതായും ആരോപിച്ച് ദീർഘകാലമായി അമേരിക്ക വേട്ടയാടുകയായിരുന്നു. ലഹരിക്കടത്തിന്റെ പേരിൽ 2020 അമേരിക്ക സമർപ്പിച്ച കുറ്റപത്രങ്ങൾ മുൻനിർത്തിയാണ് ഇപ്പോൾ ന്യൂയോർക്കിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയിരിക്കുന്നത്. 1986 ക്യൂബയിൽ നിന്ന് രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര പഠനം പൂർത്തിയാക്കി മടങ്ങിയെത്തിയ മഡൂറോ ഹ്യൂഗോ ഷാവേസ് ജയിലിലായപ്പോൾ അദ്ദേഹത്തിന്റെ മോചനത്തിനായി തൊഴിലാളികളെ സംഘടിപ്പിച്ചാണ് ഷാവേസിന്റെ വിശ്വസ്തനായി മാറിയത്. ഷാവേസ് ഭരണകാലത്ത് നാഷണൽ അസംബ്ലി പ്രസിഡന്റ്, വിദേശകാര്യമന്ത്രി, വൈസ് പ്രസിഡന്റ് എന്നീ പദവികൾ വഹിച്ച മഡൂറോയെ ഷാവേസ് തന്നെയാണ് തന്റെ പിൻഗാമിയായി പ്രഖ്യാപിച്ചത്. 2013 അധികാരമേറ്റതു മുതൽ അമേരിക്കയുടെ കടുത്ത ഉപരോധങ്ങളെ അദ്ദേഹം നേരിട്ടു. വെനിസ്വേലയിലെ എണ്ണ സമ്പത്ത് കൊള്ളയടിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നുവെന്നാരോപിച്ച് US ഉടമസ്ഥതയിലുണ്ടായിരുന്ന എണ്ണ പദ്ധതികൾ അദ്ദേഹം ദേശസാൽക്കരിച്ചിരുന്നു. മഡൂറോ വെനസ്വേലയുടെ എണ്ണയും ഭൂമിയും മോഷ്ടിക്കുകയാണെന്ന ട്രംപിന്റെ ആരോപണങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം ഈ എണ്ണ സമ്പത്ത് തന്നെയാണ്. വെനസ്വേലയുടെ പരമാധികാരത്തിനു മേലുള്ള അമേരിക്കയുടെ കടന്നുകയറ്റത്തിനെതിരെ രൂക്ഷ പ്രതികരണവുമായി ലോകരാജ്യങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ്.